മാഡം, മോന് ഒരാഴ്ചയിലധികമായിട്ട് പനിയുണ്ടായിരുന്നു. മൂക്കൊലിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചുമ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ അലർജിയുടെ ചുമയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ മൂക്കൊലിപ്പ് ഒന്നും ഇല്ലാതെയും ഇങ്ങനെ ന്യൂമോണിയ വരാമോ? ചുമ മാറുന്നില്ല, പനി ഉണ്ടായിരുന്നു, ചുമ ഭയങ്കര ചുമ അല്ലേ. അപ്പോൾ ഈ ചുമ മാറാത്തപ്പോൾ നമ്മൾ എക്സ്റേ എടുത്തപ്പോൾ ന്യൂമോണിയ എന്ന് കണ്ടു. അങ്ങനെ എങ്ങനെ വരുന്നത്? തീർച്ചയായിട്ടും വരാം. അങ്ങനെ വരുന്ന കേസുകളും ഉണ്ട്. പനിയായിട്ട് തുടക്കത്തിൽ കാണും, ചുമ മാറാതെ വരുന്നു, അലർജി ആണെന്ന് കരുതുന്നു, കുറച്ച് ദിവസമായിട്ട് മാറാതെ നിൽക്കുമ്പോൾ ഡോക്ടർ നോക്കും, എക്സ്റേ എടുക്കാൻ പറയുന്നു. അപ്പോൾ എക്സ്റേ എടുക്കുമ്പോൾ ന്യൂമോണിയ ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ തുടക്കത്തിൽ ചിലപ്പോൾ ഫസ്റ്റ് ലൈൻ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ട് മാറാതെ നിൽക്കുന്ന കുട്ടികൾക്ക് ചെസ്റ്റ് എക്സ്റേ എടുക്കുമ്പോൾ ഇത്ര സീരിയസ് അല്ല എന്ന് വിചാരിച്ചതിനേക്കാളും ഭീകരാവസ്ഥയിൽ എക്സ്റേയിൽ വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളായിട്ടൊക്കെ വരാം. ഇങ്ങനെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ന്യൂമോണിയയുടെ പേരാണ് വാക്കിംഗ് ന്യൂമോണിയ. മൈക്കോപ്ലാസ്മ ന്യൂമോണിയ എന്നൊരു ഓർഗാനിസാണ് ഈ ന്യൂമോണിയ ഉണ്ടാക്കുന്നത്. അപ്പം ഇതിന് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞ പോലെ മൂക്കുരിപ്പില്ലാതെ ചുമ ഏറ്റവും കടുത്ത രീതിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ചുമയായിരിക്കും ഏറ്റവും വലിയ പ്രിഡോമിനൻറ്റ് സിംറ്റം, പനി ഉണ്ടായിരിക്കും, പക്ഷേ മൂക്കൊലിപ്പൊന്നും കുഞ്ഞിനുണ്ടാവില്ല. അപ്പോൾ ആൾക്കാർ മൂക്കൊലിപ്പില്ലാത്തതുകൊണ്ട് കഫക്കെട്ടൊന്നും വരത്തില്ല, അതൊരു അലർജി ചുമയാണെന്നൊക്കെ ധരിക്കാനുള്ള സാധ്യതയുണ്ട്. മിക്കവരും അലർജിയാണെന്ന് കരുതി ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എട്ടിപ്പിക്കലായിട്ടുള്ള പ്രസൻറ്റേഷൻസ് വരാം. ഹെഡ് ഏക്ക് വരാം, സൈനസൈറ്റിസ് വരാം, ചില കുട്ടികൾക്ക് കൗണ്ടിൽ വ്യത്യാസം വരാം, ചില കുട്ടികൾക്ക് നോർമൽ ആയിരിക്കും. കാർഡിയാക് മാനിഫെസ്റ്റേഷൻസ് ആയിട്ട് വരുന്നവരുണ്ട്. ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസും വളരെ അപൂർവമായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചുമയും അലർജി അല്ല. ഡോക്ടർ പറയുകയാണെങ്കിൽ എക്സ്റേ ആവശ്യമെങ്കിൽ എടുത്ത് നോക്കിയത് തന്നെ വേണം.